പ്രശസ്ത വ്ളോഗറായ ആൻവി കാംതർ മരണപ്പെട്ടു. അവർക്ക് 27 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. മൺസൂൺ ടൂറിസത്തിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന വ്ളോഗുകളാണ് അവർ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു റീൽസ് എടുക്കാനാണ് അവർ സഹ്യാദ്രി മലനിരയുടെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് എന്ന സ്ഥലത്ത് പോയത്. കുംഭേ വെള്ളച്ചാട്ടം പ്രശസ്തമാണ്. 300-400 അടി പൊക്കത്തിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്നതാണ്. അത് പാറയിൽ തട്ടിപ്പോയി അവിടെ ചില ഗ്രൂസുകളും ഉണ്ട്. ഇപ്പോഴത്തെ ഈ മഴ സീസണിൽ മൺസൂൺ സീസണിൽ അതിഗംഭീരമായ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതിൻ്റെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ആൻവി കുംഭറും 6 അംഗ സംഘവും അവർ 7 പേര് അവിടെ പോയി. അത് എടുക്കുന്ന സമയത്ത് അവരവിടെ നിന്ന് കാൽ വഴുതി താഴെ പോയി. 300 അടി താഴ്ചയിലോട്ട് പോയി. പാറയുടെ വിള്ളറുകളിലൊക്കെ തട്ടിയാണ് അവർ താഴോട്ട് വീണത്. ഏതായാലും അപകടം ഉണ്ടായ സ്ഥലത്ത് കോസ്റ്റ് ഗാർഡുകളും രക്ഷാപ്രവർത്തകരും എല്ലാം വന്നു. അവിടെ കയറ് കെട്ടി ആ 300 അടി താഴ്ചയിലേക്ക് പോകാനായിട്ട് രക്ഷാപ്രവർത്തകർക്ക് കയറിക്കൂടെ മാത്രമാണ് ഇറങ്ങാൻ പറ്റിയത്. അവർക്ക് നടന്നിറങ്ങാൻ കഴിയുക അത്ര കീഴ്ക്കാൻ തൂക്കായ പ്രദേശമാണ്. ഏതായാലും അവരെ കണ്ടെത്തി. അവിടുന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു. അവർ ഏകദേശം 2.25 ലക്ഷം ഫോളോവേഴ്സ് അവർക്കുണ്ട്. കൂടുതൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവർ മൺസൂൺ സീസണെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും അവർ സഞ്ചരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. എല്ലാ സ്ഥലങ്ങളിലും അവർ പോയി ടെക്സ്റ്റൈൽ പുതിയ രീതിയിലുള്ള ഉടുപ്പുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും കൂടെ ചേർന്ന് അതൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ ഈ യൂട്യൂബിലും അവരുടെ ഈ റീൽസിലും ഒക്കെ കാണാം. അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മനോഹരമായ പ്രദേശങ്ങളും അവർ സഞ്ചരിച്ചിരുന്നു. അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം അവർ പറയണത് രാജസ്ഥാനാണ്. അവിടെ രാജസ്ഥാനിൽ നമുക്കറിയാം പല ഗംഭീരങ്ങളായ പഴയകാലത്തിൻ്റെ പ്രതാപം വിളിച്ചോതുന്ന വളരെയധികം മനോഹരമായ പ്രദേശങ്ങളും അവിടെയുള്ള വലിയ കൊട്ടാരങ്ങളും ഒക്കെ അവർ കണ്ടിട്ടുണ്ട്. അതെല്ലാം അവർ ഷൂട്ട് ചെയ്ത് അവർ റീൽസാക്കി റീൽസ് മുഖേന ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ ഈ മുങ്ങിച്ചാകാൻ അല്ലെങ്കിൽ പാറക്കെട്ടുകളിൽ നിന്ന് ഇടിച്ച് താഴെ വീണ് അവർക്ക് ജീവനുണ്ടായിരുന്നെങ്കിലും ഗുരുതരമായ പരിക്ക് തലയിലും ദേഹത്തും ഉണ്ടായി. 6 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ അവർക്ക് വെളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചെങ്കിലും അവർ സർവൈവ് ചെയ്തില്ല. ആൻവി കാംതർ എന്ന 27 വയസ്സുള്ള അവർ മരണപ്പെട്ടു. ആൻവി ഏകദേശം കുറേ വർഷങ്ങളായിട്ട് അവർ ട്രാവൽ വ്ളോഗറാണ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസറാണ്. അവരെ ഫോളോ ചെയ്യുന്ന വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. റീൽസ് എടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യത്തിൽ. കാരണം ഹൈലി റിസ്കിയായ പ്രദേശങ്ങളിൽ ഒക്കെ പോയി ഇങ്ങനെ റീൽസ് എടുക്കുമ്പം കാൽവഴുതിയും കൈവഴുതിയൊക്കെ വീഴും. കഴിഞ്ഞൊരു ദിവസം നമ്മൾ കണ്ടല്ലോ, ഒരു വലിയ ഒരു കെട്ടിടത്തിൻ്റെ 5ാം നില 6ാം നിലയിൽ ഒരു റീൽസ് എടുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നത്. അവർ രക്ഷപ്പെട്ടു. അവർ താഴെ വീണില്ല. അവരതിൻ്റെ ആ ഒരു പാരപ്പറ്റിലാണ് അവർ കൈ പിടിച്ചിട്ടാണല്ല, വേറെ ഒരു ഹെൽപ്പും ഇല്ല. അവർക്കൊരു കയറോ ആരെയും കെട്ടുകയോ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിൽ റിസ്ക് എടുക്കുന്ന റീൽസ് എടുക്കുന്നവർ പലരും കൊല്ലപ്പെടുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള റീൽസ് എടുക്കാനും ഇതുപോലെയുള്ള ധാരാളം റീൽസ് ചെയ്യാൻ കഴിവുള്ള ഇവരെ പോലെയുള്ളവർക്ക് ഇതുപോലെ ഒരു അപകട മരണത്തിലേക്ക് പോകുന്നതും ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്ളോഗേഴ്സും ഇൻഫ്ലുവൻസറും ഒക്കെ വളരെ സൂക്ഷിക്കണം. അവരവരുടെ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന പ്രവൃത്തിയിലേക്ക് പോകും. ആൻവി കാംതർ എന്ന് പറയുന്നവർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്. അവർ ഡിലോയിറ്റിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇൻ്റർനാഷണൽ കമ്പനിയാണ്. നല്ല പണം കിട്ടുന്നവരാണ്. പക്ഷേ അവർ ഈ ഒരു മൺസൂൺ ട്രാവലറായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിച്ച് അവർ വളരെയധികം റീൽസും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം
അതിൽ ഈ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ ഫോളോവേഴ്സ് കിട്ടുകയുള്ളൂ എന്നാണ് അവരുടെ ധാരണ. എന്തായാലും അവർ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും അവർക്ക് മനോഹരമായ സ്ഥലമായിട്ട് ഇന്ത്യയിൽ കണ്ടത് ഉദയപൂർ പാലസ് ആണ്. ഇത്ര മനോഹരമായ ഒരു സ്ഥലമില്ല എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഞാനൊക്കെ അവിടെ ഉദയപൂർ പാലസ് കണ്ടിട്ടുണ്ട്, രാജസ്ഥാനിലൊക്കെ പോയിട്ടുണ്ട്. അവർ പറഞ്ഞത് 100% ശരി. അങ്ങനെ മനോഹരങ്ങളായ സ്ഥലങ്ങൾ മാത്രം സഞ്ചരിച്ച് അവിടെ നിന്ന് അതിൻ്റെ റീൽസ് എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അത് പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സുകൾ അവർ പല സന്ദർഭത്തിലും ധരിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. എന്തായാലും അവരുടെ ഈ പ്രവൃത്തി മൂലം, ഈ റിസ്ക് എടുത്തുള്ള പ്രവൃത്തി മൂലം 27 വയസ്സുള്ള അവരുടെ ജീവൻ അപകടത്തിലായി. അതുകൊണ്ട് ഈ രീതിയിൽ കേരളത്തിലെ വളരെയധികം കുട്ടികൾ ഇതുപോലെ റീൽസ് എടുക്കുന്നതും കേസിനകത്ത് പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു കാറിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ടാക്കി അവിടെ യാത്ര ചെയ്ത ആളുടെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേന് സസ്പെൻഡ് ചെയ്തു, കാറിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെയുള്ള അബദ്ധജടിലമായ സമൂഹത്തിൻ്റെ ഓർഡറിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കാണുമ്പം കൗതുകം തോന്നാം, കൂടുതൽ ആളുണ്ടാവും തോന്നും. പക്ഷേ അത് സ്വയം നമ്മൾ നശിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് പോകുന്നത്. അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലും നിങ്ങളാരും പോകരുത്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം. ഇവരുടെ അപകടം അതൊരു പാഠമായിട്ട് വേണം നമ്മൾ കരുതാൻ.